നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം കഴിഞ്ഞല്ലോ. ഒരു കളി കഴിഞ്ഞു, ബാക്കി കളികൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നടക്കുന്നു. ഫ്രാൻസ് മുന്നോട്ട് കയറി സെമിയിലേക്ക് എത്തി. നിലവിൽ ബാലൻഡിയോറിൽ കൂടുതൽ സാധ്യത ആർക്കാണ്? നല്ല കളിയാണ് കിലിയൻ എംബാപ്പയും ഹാരി കെയ്നും ലയണൽ മെസ്സിയും എർലിംഗ് ഹാലൻഡും ഓസ്മാൻ ഡെംബലയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ബാലൻഡിയോർ കൊടുക്കുമ്പോൾ വേൾഡ് കപ്പ് മാത്രമല്ല പരിഗണിക്കുക, ക്ലബിലെ കളികളുടെ പ്രകടനം കൂടി എടുക്കും. പക്ഷേ വേൾഡ് കപ്പ് ഇയറിൽ വേൾഡ് കപ്പിലെ പെർഫോമൻസിന് ഒരു സ്പെഷ്യൽ പരിഗണന കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനു മുമ്പൊക്കെ കണ്ടിട്ടുള്ളത്. 2022 മെസ്സിക്ക് എങ്ങനെ ബാലൻഡിയോറാണ് കിട്ടിയത്, 2018 എങ്ങനെയാണ് ലൂക്ക മോഡ്രിച്ചിന് ബാലൻഡിയോർ കിട്ടിയെന്നൊക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഇത്തവണയും വേൾഡ് കപ്പ് പെർഫോമൻസിന് ഒരു സ്പെഷ്യൽ പരിഗണന ഉണ്ടാകും. ഇത്തവണത്തെ ബാലൻഡിയോറിന് വ്യത്യസ്തതയുണ്ട്. 70-ാം വാർഷികമാണ് ബാലൻഡിയോറിൻ്റെ. അത് സാധാരണഗതിയിൽ ഫ്രാൻസിൽ, പാരീസിൽ, തിയേറ്റർ ഡു ചാറ്റലിലാണല്ലോ വെച്ച് കൊടുക്കുക. ഇത്തവണ അത് ലണ്ടനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലണ്ടനിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇത്തവണ നടത്തുന്നത്. ഒക്ടോബർ 26, 2026 ഇത്തവണത്തെ ബാലൻഡിയോർ സമ്മാനിക്കുക. നിലവിൽ ബാലൻഡിയോർ ഓഡിൽ ഏറ്റവും മുന്നിൽ ആരാണ്? ബാലൻഡിയോർ പവർ റാങ്കിങ് എന്ന് തന്നെ പറയാം. പൊളി മാർക്കറ്റിൻ്റെ ഈ കണക്ക് ഫബ്രീസിയോ അടക്കമുള്ളവർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒന്നാണ്. അതായത് ഇതിൽ 4 താരങ്ങളാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. അതിൽ 4ാമത് വരുന്നത് ലിയോ മെസ്സിയാണ്. 13% അദ്ദേഹത്തിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് കാണുന്നത്. ബാലൻഡിയോർ നേടാനുള്ള അദ്ദേഹത്തിൻ്റെ സാധ്യത 13%. ഇത് തന്നെ വലിയൊരു കാര്യമാണ്. MLS കളിക്കുന്ന ഒരു കളിക്കാരൻ, 39 വയസ്സുള്ളൊരു കളിക്കാരൻ ബാലൻഡിയോറിൻ്റെ ലിസ്റ്റിൽ 4ാമത് വരിക. 3ാമത് ഓസ്മാൻ ഡെംബലെ, 15% അദ്ദേഹത്തിൻ്റെ ബാലൻഡിയോർ വിന്നിങ് പ്രോബിലിറ്റി കണക്കാക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ബാലൻഡിയോർ വിന്നറാണ്. ഇത്തവണയും മികച്ച പ്രകടനമാണ് ക്ലബിൽ നടത്തിയിട്ടുള്ളത്. ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്. വേൾഡ് കപ്പിൽ ഇപ്പോൾ ടീം സെമി ഫൈനലിലേക്ക് എത്തുമ്പോൾ 5 ഗോളുകളുമായിട്ട് അദ്ദേഹത്തിൻ്റെ മികവ് അദ്ദേഹം പുറത്തെടുത്തിട്ടുമുണ്ട്. 2ാമത് ഹാരി കെയ്നാണ്. വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം അദ്ദേഹം തുടരുന്നു. ക്ലബിലോ ഇത്തവണത്തെ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടൊക്കെ നേടിയിട്ട് മാസ്മരിക പ്രകടനം നടത്തിയതാണ്. 25.4% അദ്ദേഹത്തിൻ്റെ ബാലൻഡിയോർ സാധ്യത. 1ാമത് അത് കിലിയൻ എംബാപ്പയാണ്. റയലിനോടൊപ്പം കിരീടങ്ങളൊന്നും ചൂടിയിട്ടില്ലെങ്കിലും സീസണിലെ മികച്ച പ്രകടനം തന്നെയായിരുന്നു. വേൾഡ് കപ്പിലോ മാന്ത്രിക പ്രകടനം തുടർന്ന് 28% അദ്ദേഹത്തിൻ്റെ ബാലൻഡിയോർ വിന്നിങ് പെർസെൻറ്റേജ് കണക്കാക്കുന്നത്. അപ്പോൾ ബാക്കി പെർസെൻറ്റേജുകളോ അത് ഇതിനും താഴെയും കുറേ താരങ്ങളുണ്ട്, അവർക്കൊക്കെ എത്ര ശതമാനം എന്നുള്ളത് കണക്കാണ്. ഏതായാലും ഇപ്പോൾ ബാലൻഡിയോർ പവർ റാങ്കിങ്ങിൽ 1ാമത് വരുന്നത് എംബാപ്പെ, 2 ഹാരി കെയ്ൻ, 3 ഓസ്മാൻ ഡെംബലെ, 4 ലിയോ മെസ്സി. 39 വയസ്സിൽ ബാലൻഡിയോർ കണ്ടൻറ്ററായിട്ട് നിൽക്കുക. ഹീ ഈസ് സംതിങ് സ്പെഷ്യൽ. വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.